കൂടെ വർക്ക് ചെയ്യുന്നതാണെന്ന രീതിയിൽ പടം 100% സൂപ്പർ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ്റെ അനന്തർ നടന വിസ്മയം. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അവരുടെ ഒരു വിനായകൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയ നടനാണല്ലോ. അവരുടെ ഒരു കോമ്പിനേഷൻ പ്രേക്ഷകർക്ക് ശരിക്കും ഫീൽ ചെയ്യും. ആൻഡ് വെരി ലാസ്റ്റ് മൊമെൻ്റ് വരേക്കും അവർ ആ ത്രില്ലിങ് പിടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് മൂവി എക്സ്പീരിയൻസ് ചെയ്യണം പ്ലീസ്. ഞങ്ങൾ കൂടെ വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്നെ നമ്മൾ നടുങ്ങിപ്പോയി. അപ്പോൾ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് സന്തോഷം നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. താങ്ക് യു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടുപേരും മഹാനടന്മാരാണ്. അത് പ്രേക്ഷകർ തീരുമാനിക്കണമല്ലോ. രണ്ടാളും നന്നായി ചെയ്തു. പക്ഷേ ഞാനൊരു മമ്മൂക്ക ഫാനായതുകൊണ്ട് മമ്മൂക്ക തന്നെ പറയും. താങ്ക് യു. ഓഡിയൻസിനൂടെ കണ്ടപ്പോൾ രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് സ്റ്റാർട്ടിങ് തൊട്ടൊരു ചെറിയ ഹൂക്കപ്സ് ഇങ്ങനെ വന്ന് ലാസ്റ്റിൽ വന്ന് നമുക്ക് ഫുള്ളായിട്ടൊരു ട്രീറ്റ് കിട്ടുക എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. മൂവിയുടെ പാട്ടായതിലും ഇപ്പം മൂവി കണ്ടിട്ട് ഇറങ്ങുമ്പോഴും. ഞാൻ എന്നെ അതിൽ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയാണ് പേഴ്സണലി. ലൈക്ക് ചിരിച്ചുകൊണ്ട് വിത്ത് മമ്മൂക്ക ഷെയറിങ് ദ സ്ക്രീൻ. ഐ എം വെരി ഹാപ്പി. അതെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മലയാളത്തിലെ ഇന്ത്യൻ സിനിമയുടെ ലെജൻഡിൻ്റെ കൂടെ അങ്ങനെ ഒരു നായിക വേഷം തന്നെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അല്ല, ആ ഒരു സ്പേസ് ആസ് എൻ ആക്ടർ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് രസമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇനി അങ്ങനത്തെ സ്ക്രീൻ സ്പേസ് എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ വിനായകൻ എന്ന് പറഞ്ഞ നടനെ ഓഡിയനായിട്ടായിരിക്കും കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്? വിനായകൻ ചേട്ടനും മമ്മൂക്ക എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ആൻഡ് വിനായക ചേട്ടൻ്റെ പെർഫോമൻസ് ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ ജാവയിൽ. ഇപ്പോൾ ആസ് ആൻ ഓഡിയൻസ് കാണുമ്പോഴും എനിക്കങ്ങനെ പറഞ്ഞു ഒതുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കരവും കുറച്ച് ലെവലപ്പ് ഉള്ള ഒരു പെർഫോമൻസ് ആണ്. കുറേ ലേൺ ചെയ്യാനുണ്ട് ആസ് ആൻ ആക്ടർ കാണുമ്പോൾ. എനിക്കിഷ്ടമാണ് അവരുടെ പെർഫോമൻസ്. ഈ മൂവി ഫുള്ളായിട്ട് കാണുക, അവർക്ക് ഇഷ്ടപ്പെടും. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് വൈസ്, ക്യാമറ, പെർഫോമൻസ് വൈസ് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. സോ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ആൾക്കാർ. താങ്ക് യു. ആ ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. എല്ലാ രീതിയിലും ഫസ്റ്റ് തൊട്ട് അവസാനം വരെയുള്ള ഓരോ മൂമെൻറ്റ്സുകളും. അതിലേറ്റവും കൂടുതൽ പറയാനുള്ളത് മമ്മൂക്കയുടെ ആക്ടിങ് പാറ്റേൺ ആണ്. ടേർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ മുമ്പ് ഞാൻ അച്ഛൻ്റെ കൂടെ മമ്മൂക്കയുടെ ഒരു വില്ലനായിട്ടുള്ള പറഞ്ഞു. അതിനൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ട് മൈന്യൂട്ടായിട്ട് ആ ക്യാരക്ടറിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറയുന്നത് നമ്മൾക്ക് നല്ലൊരു സ്റ്റഡി പ്രോസസ്സായിരുന്നു. അതുപോലെ തന്നെ വിനായകൻ ചേട്ടനും എല്ലാ കോ ആർട്ടിസ്റ്റുകളും, സ്ത്രീകളൊക്കെ എല്ലാ ലേഡി ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സീനിലാണ് വന്ന് പോകുന്നതെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടും ആ ക്യാരക്ടറിനോട് കൂറ് പുലർത്തി എന്നുള്ളതാണ്. ബ്രില്യൻ ഡയറക്ഷൻ, ബ്രില്യൻ തിരക്കഥ, രക്ഷയില്ല. എല്ലാവരും വന്നാൽ നിങ്ങൾ മുടക്കുന്ന കാശിന് ഒന്നും പറയാനില്ല. അത് 100% നിങ്ങൾക്ക് കിട്ടും. നല്ല എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര ത്രില്ലർ മൂവ്, ഗുഡ് ക്ലാസിക് മൂവ്.